മരപ്പണി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് റിയൽ വുഡ് വർക്ക് ഒരുക്കുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈസി ചെയർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ കാണുന്നതും പഠിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ ഈ ടേബിളിൽ കാണുന്നതനുസരിച്ച് ഇത്രയും വർക്കുകൾ തീരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ഈസി ചെയർ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പ് ഈസി ചെയർ തുടക്കം മുതൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള 2 വീഡിയോകൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാനായിട്ട് ഇങ്ങോട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഞാൻ റൂട്ടറിൽ കുടുംബം എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഒരു പീസ് ഉളിക്ക് കുത്തി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് റൂട്ടർ ഇല്ലാത്ത ആൾക്കാർക്ക് ഉളിക്ക് കുത്തി എടുക്കാവുന്നതാണല്ലോ. നമ്മൾ റൂട്ടർ വെച്ചിട്ട് നമ്മൾ കുടുംബം എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു ബിറ്റാണ്. അതായത് ഈ ബിറ്റിന് ഇവിടെ ബയറിംഗ് ഇല്ല, ബയറിംഗ് ഞാൻ അഴിച്ചു കളഞ്ഞിട്ട് ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് ലെവൽ ചെയ്തിരിക്കുക ഉണ്ടോ. ഇത് വെച്ചിട്ടാണ് കുടുംബം എടുക്കാനുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഹോളിടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അതഴിച്ച് മാറ്റാൻ വേണ്ടിയാണ്. അതഴിച്ച് മാറ്റിയിട്ട് നമുക്ക് മറ്റേ ബിറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുടുംബം എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുടുംബം നമ്മൾ എടുക്കാനായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ലെവലായിരിക്കണം. ഈ ലെവലായിരിക്കുന്നത് കറക്റ്റ് ഈ ലെവലിൽ ഈ ഭാഗം ഇതുമായിട്ട് ലെവലായിരിക്കണം. അങ്ങനെ വേണം നമ്മൾ റൂട്ടർ സെറ്റ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട ആ വരക്ക് കറക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളത് സെറ്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉളിക്ക് കുത്തി ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടി കഷ്ണവും നമ്മളിതുപോലെ 2 വശവും റൂട്ടറിൽ കുടുംബം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ വളവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉളിക്ക് കുത്തി നമുക്ക് ചെയ്തെടുക്കാം. ഇതിൽ പറഞ്ഞാൽ ഞാൻ കുടുംബം ഞാൻ റൂട്ടറിൽ എടുത്തിട്ടില്ല. ഇത് ഉളിക്ക് കുത്തി ഞാൻ ഫിനിഷ് ചെയ്യണ എങ്ങനെയാണ് കാണിച്ചത്. നമ്മൾ നിലത്തിരുന്ന് വർക്ക് ചെയ്യാൻ നേരത്ത് പണിയാൻ നേരത്ത് ഇതുപോലെ കാലുകൊണ്ട് കഷ്ണം ചവിട്ടി പിടിക്കണം. ഇതുപോലെ ശ്രദ്ധിച്ച് കറക്റ്റ് ആ വരമ്മ ഉളി വെച്ചിട്ട് കുത്തണം. കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്ലാറ്റായ വശം ഇപ്പുറത്തായിരിക്കണം, ചരിവുള്ള വശം ഇപ്പുറത്ത് വെക്കണം. ഈ വശത്ത് ഫ്ലാറ്റ് ലെവലായ വശം ഇവിടെ, ചരിവുള്ള വശം ഇവിടെ. ഇങ്ങനെ വെച്ചിട്ട് കുത്തി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കുത്താൻ കഴിയും താഴേക്ക്.
ഇത് കറക്റ്റായിരുന്നു. ഇവിടെ പോകാനില്ല, ലെവലാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ വശം അടിയിലായിരുന്നു, ഫ്ലാറ്റായ വശം അടി ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണം. അതിവിടെയൊക്കെ ഉള്ള ചെറിയ മുഴപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് റൂട്ടറിൽ കുടുംബം എടുക്കാത്ത പീസാണ്. നമ്മൾ നേരത്തെ ആ നെടിയ വശത്തിന് ഹോളിടാൻ നേരത്തെ ഇതുപോലെ വരപോലിട്ടിട്ട് പേന കൊണ്ട് നമ്മൾ തെളിച്ചു, ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുത്ത വര കാണാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഉളുക്കുത്തി നമുക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം ഹോള്. ഇനിയിപ്പോൾ നിങ്ങൾ റൂട്ടറിൽ അടിച്ചില്ലായെങ്കിലും ഇതുപോലെ 2 ഉളി, ഒരു പൊഴിയുളിയും ഒരു 1.5 ഇഞ്ച് ഉളിയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കുത്തിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതെവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ നമ്മൾ നമ്മൾ കുത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫ്രെയിമിന് 3 പീസ് വെച്ചിട്ട്, അതുപോലെ തന്നെ 2 ഫ്രെയിമിന്റെ 4 പീസ് നമ്മൾ ഹോളിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തലയും അപ്പുറം തലയും രണ്ടും നമ്മൾ ഫിനിഷ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്ത് ഒരു ഷേപ്പ് നമ്മൾ വെട്ടും. അതൊരു ടെംപ്ലേറ്റ് ഇട്ട് വരച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഈ അറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പ് വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു പീസാണ്, ഈ ഒരു റൗണ്ട്. ഇത് വരക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ഞാൻ പറയാൻ വെച്ചാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സീറ്റിൻ്റെ ഫ്രണ്ട് വശമാണ്, അതായത് സീറ്റ് വരുന്ന ഫ്രെയിമിൻ്റെ ഫ്രണ്ട് വശമാണ് ഇത്. ഇതിന് നമ്മൾ വരക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വരക്കാം. ഈ 2 വശത്തും റൗണ്ട് ഉണ്ട്, 2 വശവും നമുക്ക് വരച്ച് വെട്ടാം. ഇത് വരുന്നത് ഹെഡ് റെസ്റ്റിന്റെ ഭാഗമാണ്, ഇത് മുകളിൽ വരുന്നതാണ്.
ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഇതുപോലെ 2 വശം വരക്കാം. ഇത് ഞാനിപ്പോൾ വരക്കുന്നത് അറ്റത്ത് വരച്ചിരിക്കുന്ന വരമ്മ കൊളിച്ചിട്ടാണ് ഞാൻ വരക്കുന്നത്. ഇപ്പം ഞാൻ ഈ ടെംപ്ലേറ്റ് വെച്ച് വരച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇതിൽ 2 എണ്ണം, ഇത് രണ്ടും ഹെഡ്രസ്റ്റിൻ്റെയാണ്, ടോപ്പ് വരുന്ന മുകളിൽ വശം. ഇവിടെ നമുക്ക് 2 വശത്തിനും ഇത് വരക്കാം. ഇത് നമ്മുടെ സീറ്റ്, നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് വരുന്നതാണ്. ഇതിന് നമുക്ക് ഇതുപോലെ റൗണ്ട് വരക്കാം, ഫുൾ വരക്കാം. അതേസമയം നമ്മൾ ഇതിൻ്റെ ഇപ്പുറം വശത്ത് നമ്മൾ വരക്കുമ്പോൾ ഇതിൻ്റെ ഈ ഹോള് വരുന്ന വശം മാത്രമേ നമ്മൾ ഇതിങ്ങനെ വരക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണം, ഹോള് വരുന്ന ഭാഗം മാത്രം ഇതിങ്ങനെ വരക്കാം. ഇവിടേക്ക് വരക്കരുത്. ഇവിടെയാണ് നമ്മൾ ചെയറിന്റെ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫ്ലോർ ലെവലിൽ കട്ട് ചെയ്യുന്നത് ഈ ഭാഗമാണ്. അതുകൊണ്ടിട്ട് ഇവിടെ ഇപ്പം നമ്മൾ വരക്കരുത്. ഇവിടെ ടോപ്പ് വരക്കാം. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹോള് വരുന്ന ഈ വശം. ഇതും അതുപോലെ തന്നെ. ഇനി നമുക്ക് ഇതിന് തിരിച്ച് നീളം കൂടുതലുണ്ട്. നീളം കൂടുതലുള്ള ചെയ്തിട്ട് നമുക്ക് കുത്തി ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിപ്പോൾ ഈ വരച്ചത് ഉള്ളിൽ കുത്തിയിട്ട് നമുക്ക് ഇനി സാൻഡർ അടിച്ചെടുക്കാം. ഇനി നമുക്ക് സാൻഡർ വെച്ചിട്ട് ഇതിൻ്റെ ഈ അറ്റം നമുക്ക് വരക്ക് ഒപ്പിച്ച് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സാൻഡ് അടിക്കുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ ഹോളിൻ്റെ വശം മാത്രമേ നമ്മൾ റൗണ്ട് വരച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് അതാണ് ചെയറിൻ്റെ കാലാണത്, താഴെ വശം. നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇതിന്റെ ഈ മാർക്ക് ചെയ്തേക്കുന്ന വശം ഇത് പുറത്ത് വരുന്ന വശമാണ്. ഈ വശം നമ്മളിപ്പോൾ സാൻഡർ ചെയ്തിട്ടില്ല. ഇതിന്റെ ഉൾവശം പോകുന്ന ഭാഗം മാത്രമേ നമ്മളിപ്പോൾ സാൻഡർ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉൾവശം സാൻഡർ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ 4 പീസിന്റെയും ഉൾവശം മാത്രമേ നമ്മൾ സാൻഡർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാൻഡർ ചെയ്തത്. ഇനി നമുക്ക് ചെറിയ പീസ് സാൻഡർ ചെയ്യാം. ഇത് നമ്മൾ സാൻഡർ ചെയ്യുമ്പോൾ 4 വശം നമ്മൾ സാൻഡർ ചെയ്യും.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൂട്ടർ വിട്ടിട്ടിട്ട് ഈ അടിച്ചുകൂട്ടിന്റെ കഷ്ണം നമ്മൾ ഇതിന്റെ 4 മൂലയും നമ്മൾ ഉരുട്ടാൻ പോണേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അതിനായിട്ട് നമ്മൾ റൂട്ടറിൽ ഉരുട്ട് വിട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിതെല്ലാം ഈ 6 പീസ് നമ്മൾ ഉരുട്ടടിച്ചെല്ലാം സൂപ്പറായിട്ടെല്ലാം മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ അടിച്ചു കയറ്റി നമ്മൾ ചിറ്റാണി വെക്കാൻ പോണേ. ഇനി നമുക്ക് ആദ്യമായിട്ട് നമുക്കിനി ഈ 46 ഇഞ്ചിന്റെ ഫ്രെയിം നമുക്ക് അടിച്ചു കൂട്ടാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പീസാണ് 3 പീസാണ്. ഇത് നമ്മൾ വരച്ചപ്പോൾ ഞാൻ പറയണ്ടായിരുന്നു 17.25 ഇഞ്ചിന്റെ പീസാണ്. ഈ പീസ് നമ്മൾ അടിച്ചു വെക്കുന്നത് ഈ 46 ഇഞ്ചിന്റെ പീസുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇന്ന് അടിച്ചു വെച്ച് നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതിപ്പോൾ ഞാനിപ്പോൾ അടിച്ചേറ്റ് റെഡിയാക്കിയാന്ന് വിചാരിക്കരുത്. അന്ന് മുമ്പേ അടിച്ചേറ്റ് റെഡിയാക്കിയതാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇത് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. അടിച്ച് നന്നായിട്ട് സൂക്ഷിച്ച് വേണം അടിച്ച് കയറ്റാൻ. അടിച്ചു കയറ്റുമ്പോൾ അത്യാവശ്യം ടൈറ്റ് വേണം താനും. എന്നാൽ അത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുകയും വേണം. അതിനിപ്പോൾ നമ്മളിപ്പോൾ 46ന്റെ പീസ് നമ്മളിതാ അടിച്ചു കൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉള്ളിൽ 17.25. അപ്പോൾ ഈ ഒരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഫ്രെയിം എടുക്കാം. 50 ഇഞ്ചിന്റെ അടിച്ചേറ്റാം. ഈ പീസാണ് ഇതിന്റെ ഹെഡ് വരുന്നത്. ഞാൻ പറയണ്ടായിരുന്നു ഇതിന്റെ ഹോള് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോണേ.
ഇത് നമ്മൾ അടിച്ചു കയറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഫ്ലാറ്റായ വശമാണ്, ഇത് ചീത്ത വശമാണ്, ഈ ഫ്ലാറ്റായ വശമാണ് നമ്മൾ മുകളിലായിട്ട് അടിച്ചു കയറ്റുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ 50 ഇഞ്ച് നീളമുള്ള ഫ്രെയിമാണ് നമ്മൾ അടിച്ചു കിട്ടിയത്. അപ്പൊ അങ്ങനെ നമ്മൾ 2 ഫ്രെയിമും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ 2 ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇരുത്ത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതാണ് ഇരുത്തിന്റെ പീസ്. ഈ 3 പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇരുത്ത് സെറ്റ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു പീസ് ഇത് താഴെ വരുന്ന പീസാണ്, ഇത് രണ്ടുമാണ് സൈഡ്. അപ്പൊ ഈ സൈഡ് നമുക്ക് എടുക്കേണ്ടത് 24 ഇഞ്ചാണ് സൈഡിന്റെ നീളം വേണ്ടത്. ഇവിടുന്ന് 24 ഇഞ്ച്. ഞാൻ നേരത്തെ എപ്പോഴും ചെയ്യുന്നത് 1 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ പിടിച്ചത്. അപ്പൊ 24-ന് 25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യണേ. അപ്പൊ ഇത് 24 ഇഞ്ച് ഉണ്ട് കറക്റ്റ്. ഞാനിങ്ങനെ 1 ഇഞ്ച് വിട്ട് പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ മുറി വരച്ചിട്ടുണ്ട്, പക്ഷെ മുറി വരച്ചതിന് ശേഷം ഇവിടെ നീളം നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ടേപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ 1 ഇഞ്ച് വിട്ട് എപ്പോഴും പിടിക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണം. ഇനി ഇതിന്റെ ഒരു നല്ല അരിക മാർക്ക് ചെയ്യണേ, നല്ല പാടും ഞാൻ മാർക്ക് ചെയ്യണേ. ഇതിന്റെ ഞാൻ നല്ല അരികും ഒരു പാടും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് തമ്മിൽ ജോഡി കഴിഞ്ഞിട്ടാണ് വരയ്ക്കുന്നത്. ഈ 2 അരികും നല്ല അരിക്, ഇത് 2 നല്ല പാടും. ഇനി ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് ഇതിന്റെ ഹോള്, താഴത്തെ ഹോള് വരയ്ക്കാൻ പോണേ. ഹോള് വരയ്ക്കുന്നതിന് ഞാൻ ഇവിടുന്ന് ഈ താഴത്തെ വരയിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതിന്റെ പീസ്, ഈ പീസ് നമുക്ക് ഇതിപ്പോ 1.7 ഉണ്ട്. അപ്പൊ 1.7 ഉള്ളത് കൊണ്ടിട്ട് ഞാനിതിനെ ഒരു 1.5 വരയ്ക്കാൻ പോകണം. ഈ 1.25 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇതിൽ നിന്ന് ഞാനൊരു 1.5 ഞാൻ ഹോള് വരയ്ക്കാം. ഇവിടുന്ന് 1.25, പിന്നെ ഇവിടെ 1.5. ഇനി നമുക്ക് ജോഡിക്കിട്ടിട്ട് പകർത്തി വരക്കാം. ഞാനിവിടെ നേരത്തെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വരയിട്ടുണ്ടായി. ആ വരമ്പേന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് ഞാനിവിടെ പകർത്തുന്നത്. വരക്കുമ്പോഴെല്ലാം കറക്റ്റായിട്ട് വരക്കണം. എന്നുവെച്ചാൽ ഈസി ചെയർ ആണ്. ഈസി ചെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കണക്കില്ലെങ്കിൽ എല്ലാ പണിയും തെറ്റും.
ഇപ്പൊ ഇതിന്റെ തൂക്കിന്റെ നമ്മൾ വരച്ച് വരും. ഇനി വരവോല് എങ്ങനെ നോക്കാം. ഇതിപ്പോ ഞാൻ വരവോലിനായിട്ട് വേറൊരു പീസ് എടുത്തേക്കാൻ ഒരു സ്ക്രൂ പിടിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വരവോല് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ഒരു വശന്നിട്ട് അതുപോലെ ജസ്റ്റ് നേരെ മറിച്ചിട്ട് ഇപ്പുറത്ത് വിടാം. അതുപോലെ തല തിരിച്ചു വിട്ടിട്ട് ഇവിടെ ഇടാം. കണ്ടോ? ഈ രണ്ട് വശത്തു നിന്നും ഈ വരവോല് ഇടാം. നടുക്ക് വരുന്ന ഹോൾ എത്ര കിട്ടും അതാണ് നമ്മളെ ഹോളായിട്ട് എടുക്കാൻ പോകുന്നത്. നടുക്ക് എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസ് നമ്മൾ ഹോളാക്കി എടുക്കും. കഷ്ണത്തിന്റെ രണ്ടാവശ്യത്തിനും നമുക്ക് വരവോല് ഇടാം. ഇനി നമുക്കിത് ഉളിക്ക് കുത്തിയെടുക്കുക തന്നെ പറ്റത്തുള്ളൂ. ഉളിക്ക് തന്നെ കുത്തിയെടുക്കണം. ടെംപ്ലേറ്റ് മറ്റേ അറ്റം വരച്ച ആ ടെംപ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു വരയും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇതും കൂടി നമ്മൾ വെട്ടി ഫിനിഷ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് ശ്രദ്ധിക്കണം, ഈ വരമ്മേൽ വെച്ചിട്ടാണ് ഇത് വരച്ചേക്കുന്നത് കറക്റ്റ്. ഇവിടെ അത് തന്നെ ഇതിന്റെ രണ്ട് വശം നമുക്ക് ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കാം. ഇതൊക്കെ നമ്മൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് കറക്റ്റ് വരക്കായിരിക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് പോകരുത്. കാരണം നമ്മൾ ഇതുമേനാണ് നമ്മൾ അളവ് വെക്കാനുള്ളതാണ്, ഹോൾ ഇടാനുള്ള അളവൊക്കെ അതുമേനാണ് വെക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ തൂക്കിൻ്റെ ഇത് വരക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ 1.25, പിന്നെ അതിന് ശേഷം ഹോള് 1 ഇഞ്ച് 5 നൂലുണ്ട്. അപ്പം ഇത് അതിനൊരു ഇത്തിരി വീതി കൂടുതലുണ്ട്. ആ വീതി കൂടുതലിട്ടിരിക്കുന്ന എന്തിനാണെന്നുള്ളത് ഇത് അടിച്ചു കയറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് ഹോൾ ഇട്ടെടുക്കാം. ഇതിൻ്റെ കുടുംബ വരക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വരക്കുമ്പോൾ അതിൻ്റെ ഒരു കണക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഇരുത്തിൻ്റെ ഈ തൂക്ക് പീസ് അത് 2 ഹോളിട്ട് അതിൻ്റെ അറ്റമൊക്കെ റൗണ്ട് വെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ അടിച്ചു വിട്ടാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ അടിച്ചു വിട്ട്. ഇപ്പം ഈ അടിച്ചു വിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിമിൽ നിന്നാണ് നമുക്ക് ആ അടിച്ചുകൂട്ടിന്റെ അളവ് കിട്ടുന്നത്. എന്തായാലും ഇതിന്റെ ഔട്ട് സൈഡിലാണ്, ഈ ഫ്രെയിമിന്റെ ഔട്ട് സൈഡിലാണ് ഇരുത്ത് വരുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇത് വരച്ചിരിക്കുന്നത് ഈ ഔട്ട് സൈഡിൽ നിന്ന് ഈ എഡ്ജിൽ നിന്ന് ഈ ഔട്ട് സൈഡ് വരെ. ഈ ഔട്ട് സൈഡ് വരെ മാത്രമല്ല, അതിൻ്റെ വരമ്പിൽ നിന്നൊരു 1/2 നൂല് കൂട്ടിയിട്ടിട്ടാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. ഇത് വരക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഔട്ട് സൈഡിലാണ് വരക്കേണ്ടത്. 1/2 നൂല് കൂട്ടിയിട്ടിട്ട് എന്നിട്ട് ഈ തുളക്കൊത്തവണ ഇത് സെൻറ്റർ ആവേണ്ടത്. തുളക്കൊത്തവണ കുടുംബം എടുക്കണം. അത് ഇതിന്റെ സെൻറ്ററാണ് വരേണ്ടത്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വാങ്ങിക്കളഞ്ഞ് കുടുംബം എടുക്കണം. ഈ ഒരു കഷ്ണത്തിലെ ആണി അടിച്ച് ഞാൻ അതിനെ പറ്റുള്ളൊരു വരകോല് ഒപ്പിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ഇതിൽ കാണിക്കുന്ന ഈ മരക്കഷ്ണത്തിൽ ആണി അടിച്ചിട്ടുള്ള വരകോല് ഉണ്ടാക്കി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ആർക്കും ചെയ്തെടുക്കാമെന്നാണ്. ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഒരു ആണി അടിച്ച് കറക്റ്റ് ലെവലിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് വേറെ വരകോലുണ്ട്. നിങ്ങൾ സ്ഥിരം വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല എങ്കിൽ ഇതുപോലെ മരക്കഷ്ണത്തിൽ ഒരു ആണി അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിനെ കാണിക്കുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു മരക്കഷ്ണത്തിൽ ഒരു ആണി അടിച്ചിട്ട് വരകോല് ഉണ്ടാക്കാം. ഇത് 4 വയസ്സിൽ നിന്ന് ഇട്ട് ഇപ്പൊ സെന്ററിലാണ് കുടുംബം വരുന്നത്. നമുക്ക് കുടുംബം എടുത്തിട്ട് പിന്നെ അടിച്ചു കയറ്റാം.
പിന്നെ അതുപോലെ തന്നെ ഇത് ഇരുത്തിന്റെ പീസാണ്. ഈ ചെയറിന്റെ ബാക്കിൽ ഒരു വെട്ടുണ്ട്, ആ വെട്ടയിൽ പോയിട്ട് ഇരിക്കുന്നത് ഈ പീസാണ്. അപ്പൊ ഈ പീസിന് ഒരു ലോക്ക് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചരിവ് ഇങ്ങനെ വരും. ആ ചരിവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതുപോലെ ഈ വരകോല് തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഇത് കണ്ടോ, ഇത്രയും കനത്തില് ഇത് നമ്മളിങ്ങനെ ടേപ്പറായിട്ട് ഇവിടുന്ന് പോവില്ല, ഇതിങ്ങനെ ടേപ്പറായിട്ട് നമ്മളത് ചിന്തേരികളിൽ ക്ലിയർ ചെയ്തെടുക്കും. ഇതിങ്ങനെ എടുക്കാൻ ഉള്ള ഒരു ഉദ്ദേശം ഉണ്ടായത് കൊണ്ടിട്ടാണ് ഇതിന്റെ ഹോള് ഇത്രയും ഫുൾ വീതി എടുക്കാതിരുന്നത്. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫുൾ വീതി വരക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ടേപ്പർ ഈ പീസയിൽ വരും, ടേപ്പർ കട്ടിങ്. അപ്പോൾ ആ കട്ടിങ് വരാൻ ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ്, സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വീതി 1.5 എടുത്തത്. ഇനി അപ്പോൾ നമുക്ക് ഇതിന്റെ കുടുംബ എടുക്കണം, ഇത് ടേപ്പറാക്കി എടുക്കണം. എന്നിട്ട് സാൻഡ് അടിച്ച് നമുക്കിത് അടിച്ചെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരുത്തിന്റെ വർക്ക് കഴിയും. അതുപോലെ ആ ഒരു സ്ലോപ്പ് വരണം, കറക്റ്റായിരിക്കണം. അതുമല്ലാണ് ഇരുത്ത് വരുന്നത്, ചെയറിന്റെ ഇരുത്താണ് അതുമല്ലാണ്. ഇരുത്തിൻ്റെ ഈ ഒരു പീസ് നമ്മൾ റൂട്ടർ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ആ മോൾ വശം മാത്രമേ നമ്മൾ റൂട്ടർ ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ ടേപ്പർ അടിച്ചിരിക്കുന്ന വശം റൂട്ടർ ചെയ്യരുത്. അതുപോലെ തന്നെ കത്തി പോലെ തന്നെ നിൽക്കണം, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കിതും കൂടി അടിച്ചു കൂട്ടി എടുക്കാം.
ഈ അരിക് താഴ്ത്താട്ട വന്നത് നമ്മൾ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കറക്റ്റ് ആയിരിക്കണം. ബോളും കൊടുങ്ങ തമ്മിൽ തിരിച്ചിട്ടുണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എത്തിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ ഇപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിനി 4ാമത്തെ വീഡിയോ കാണുമ്പോഴേക്കും, അതായത് ആ വീഡിയോയിൽ ഈസി ചെയറിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്ക് തീരുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആ വീഡിയോ വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം.